വ്യാപാരി തൊഴിലാളി പ്രതിഷേധങ്ങൾക്കിടെ കോഴിക്കോട് കല്ലുത്താൻ കടവിലെ ന്യൂ പാളയം മാർക്കറ്റ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. നല്ല കാര്യങ്ങൾ വരുമ്പോൾ അതിനെ അനുകൂലിക്കണമെന്നും വികസനത്തിന്റെ പേരിൽ ആരും പെരുവഴിയിലാവില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അതേസമയം മാർക്കറ്റ് പാളയത്ത് തന്നെ നിലനിർത്തണമെന്നാവശ്യപ്പെട്ട് വ്യാപാരികളും തൊഴിലാളികളും കരിദിനം ആചരിച്ചു. പുതിയ പാളയം മാർക്കറ്റ് ഉദ്ഘാടനം ചെയ്യാൻ മുഖ്യമന്ത്രി പുറപ്പെട്ടതിന് പിന്നാലെ നൂറുകണക്കിന് വ്യാപാരികളും തൊഴിലാളികളും പാളയത്ത് റോഡിലിറങ്ങി പ്രതിഷേധിച്ചു. കറുത്ത കൊടികൾ ഉയർത്തി കറുത്ത മാസ്ക് ധരിച്ച് പാളയം മാർക്കറ്റ് പാളയത്ത് തന്നെ നിലനിർത്തണമെന്ന് മുദ്രാവാക്യം മുഴക്കി. ഇതിനിടയിലൂടെ പുതിയ മാർക്കറ്റിന് പിന്തുണ നൽകി വ്യാപാര വ്യവസായ സമിതി ഘോഷയാത്ര നടത്തിയത് ഉന്തിനും തള്ളിനും ഇടയാക്കി. പാളയത്ത് പതിറ്റാണ്ടുകളായി വ്യാപാരം നടത്തുന്നവർക്ക് പുതിയ മാർക്കറ്റിൽ അനുവദിച്ചത് ചെറിയ കടമുറികളാണെന്നും വഴിയോര ചെറുകിട കച്ചവടക്കാർക്ക് കല്ലുത്താൻ കടവിലെ പുതിയ മാർക്കറ്റിൽ വരുമാന നഷ്ടമുണ്ടാകുമെന്നുമാണ് ആരോപണം. 80 സ്ക്വയർ ഫീറ്റിൽ താഴെയുള്ള റൂമാണ് അവർക്ക് കൊടുക്കുന്നത്. അവരെങ്ങനെ കച്ചവടം ചെയ്യാം? പച്ചക്കറി മാർക്കറ്റുള്ള കച്ചവടക്കാർക്ക് കച്ചവടം ചെയ്യാൻ തീരെ അസൗകര്യമായിട്ടുള്ളതാണ്. ഫുട്പാത്തിന്റെ മുകളിലാണ് കച്ചവടക്കാർക്കുള്ള സ്ഥലം കേട്ടത്. എന്നാൽ പ്രതിഷേധങ്ങൾ തള്ളിക്കളഞ്ഞ മുഖ്യമന്ത്രി വികസനത്തിനൊപ്പം എല്ലാവരും നിൽക്കണമെന്ന് ആവശ്യപ്പെട്ടു. തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടവരാണല്ലോ പ്രതിപക്ഷമായിരിക്കുക. പക്ഷേ നാടിന്റെ വികസനത്തിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളെ അനുകൂലിക്കാതിരിക്കാൻ പാടുണ്ടോ? കല്ലുത്താൻ കടവിലെ കോളനിവാസികളെ ഫ്ളാറ്റ് നിർമ്മിച്ച് മാറ്റിയ ശേഷമാണ് BOT അടിസ്ഥാനത്തിൽ പുതിയ മാർക്കറ്റ് കെട്ടിടം നിർമ്മിച്ചത്. റിപ്പോർട്ടർ, കോഴിക്കോട്.